നമ്മളെ കോമാട്ടുചാലിൽ അദ്ദുവിൻ്റെ ഒരു പ്രസംഗം കേൾക്കാനിടയായി. കോമാട്ടുചാലിൽ അദ്ദു സയ്യിദന്മാരെ പറ്റിയിട്ട് നല്ലോണം പറയുന്നുണ്ട്. കൂട്ടത്തിൽ ഏറ്റവും ബഹുമാനിക്കപ്പെടേണ്ടവരാണ് പാണക്കാട്ടുള്ള തങ്ങന്മാർ. തങ്ങന്മാരെ തീരെ പറയാൻ പാടില്ല എന്നുള്ള വിഷയം പറയുന്നുണ്ട്. സംഭവം നല്ല കാര്യമാണ് മൂപ്പര് പറഞ്ഞത്. തങ്ങന്മാരെ പറയാൻ പാടില്ല എന്നാണ് സത്യമാണ്. തങ്ങന്മാരെ പറയാൻ പാടില്ല. തങ്ങന്മാർ എന്ന് പറഞ്ഞാൽ അഹ്ലു ബൈത്താണ്, അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ പേരക്കുട്ടികളാണ്. അത് പാണക്കാട്ട് എന്നല്ല, അത് ഏത് തങ്ങന്മാരാണെങ്കിലും ഒക്കെ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ അഹ്ലു ബൈത്താണ്. അവർ കുടുംബങ്ങളാണ്. റസൂലുള്ളാഹിൻ്റെ കുടുംബക്കാരെ നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, ഇകഴ്ത്താൻ പാടില്ല, അവരെ താഴ്ത്തി കെട്ടാൻ പാടില്ല, അവർക്ക് സക്കാത്ത് പോലും കൊടുക്കാൻ പാടില്ല. അറിയണം എന്താണ് സക്കാത്ത് എന്ന് പറഞ്ഞ സംഗതി? നമ്മളുടെ മുതലിൻ്റെ ചളിയാണ്. ആ ചളി അവർക്ക് കൊടുക്കാൻ പാടില്ല. അവർ തിന്നേണ്ട ആളുകളല്ല. അവർക്ക് സ്വതക്ക കൊടുക്കാം. എത്ര പൈസ ഉണ്ടെങ്കിലും നമുക്ക് സ്വതക്ക കൊടുക്കാം, സക്കാത്ത് കൊടുക്കാൻ പാടില്ല. കാരണം ചളി തിന്നേണ്ടവരല്ല അള്ളാഹിൻ്റെ റസൂലിൻ്റെ പേരക്കുട്ടികൾ, അഹ്ലു ബൈത്ത്. അതൊക്കെ ശരിയാണ്. പക്ഷേ ഈ പ്രസംഗം ശരിക്കും ഫിറ്റാകെ എടുക്കുകയെന്ന് വെച്ചാൽ നൗഷാദിനാണ്. നൗഷാദ് പറയാത്ത ഒരാളുമില്ല. പാണക്കാട് ഹൈദരലി ശിഹാബ് തങ്ങളൊക്കെ നൗഷാദ് എന്തെല്ലാം പറഞ്ഞു. തങ്ങളെ നിങ്ങൾ ജനങ്ങളോട് മാപ്പ് പറയണം, എന്തൊക്കെയോ ഓൻ പറഞ്ഞിരുന്നത്, എന്തൊക്കെയോ ഓൻ വിളിച്ചു പറഞ്ഞു. ഇനോൻ വിളിച്ചു പറയാത്ത എന്തെങ്കിലും ഉണ്ടോ? ഏതായാലും നമുക്ക് കോമാട്ടുചാലിൽ അദ്ദു പറയണമെന്ന് കേൾക്കുക, എന്നിട്ട് നമുക്ക് ബാക്കി കിടക്കാം. അള്ളാന്റെ റസൂലിന്റെ അഹ്ലു ബൈത്ത് അവരെ നമ്മൾ വേദനിപ്പിക്കരുത്, വിഷമിപ്പിക്കരുത്. പ്രത്യേക അതോ തൻ്റെ നേരെ ബാക്കിലാക്കണ നൗഷാദിനാണ് പറഞ്ഞു കൊടുക്കേണ്ടത്. നൗഷാദാണ് ഇതിൻ്റെ ആള്. ഈ തങ്ങന്മാരും മൂല്യന്മാരും വെറുതെ വിടാത്ത ആളോനാ. പ്രത്യേകിച്ചും പ്രത്യേകം പരിഗണന നൽകിയ തറവാട്ടിലുള്ള മഹാന്മാരായ അഹ്ലു ബൈത്തുണ്ട്. പാണക്കാട് പൂക്കോയ തങ്ങളെ പോലോത്ത ഔലിയാക്കള ലോകത്ത് വിരാജിച്ച മഹാന്മാരെ തറവാടാണത്. അങ്ങനത്തെ മഹാന്മാരായ അഹ്ലു ബൈത്ത് അവരെ നമ്മൾ നിന്ദിച്ചാൽ വലിയ വില കൊടുക്കേണ്ടി വരും. നിന്റെ ദീന് തന്നെ ചോർന്നു പോകും, ഹിദായത്ത് തന്നെ ഇല്ലാതെ ആയിപ്പോകും. സത്യാണ് ഈ പറഞ്ഞത്, സത്യാണ്. നിന്റെ ദീന് തന്നെ ഇല്ലാതെയായി പോകും. സത്യാണ്. നൗഷാദ് ആരായിരുന്നു? നൗഷാദ് ഇവിടെ വഹാബികളായിട്ട് അംഗം പെട്ടിയിരുന്ന നമ്മൾ കണ്ടിരുന്നില്ലേ? പുത്തനാശയക്കാരായിട്ട് അംഗം കണ്ടിരുന്ന കുറച്ച് തിരക്കടില്ലേനും ചങ്ങായിയേ, കഴിവുണ്ടായിരുന്നു. പക്ഷേ ദീനില്ലാതായി പോയി. ഇപ്പോൾ പറയണ എന്താന്ന് ഓനും അറിയില്ല, കേൾക്കണവർക്കും അറിയില്ല. എന്താ പറയണെന്താന്ന് ഓന് ഒരു പിടുത്തമല്ല. അങ്ങോട്ട് പറയുന്ന സ്റ്റേജ് അങ്ങോട്ട് കിട്ടി അങ്ങോട്ട് കടന്ന് ചീറുക. കരിമ്പും തോട്ടത്തേക്ക് കാട്ടാന കയറിയ മാതിരി ഒച്ചയും പൊടി ഉണ്ടാക്കിയാണ്ട് പോവുക. സംഭവം എന്താണ്? ഇരുമ്പ് ചോർന്നു പോയി. പാണക്കാട്ട് തങ്ങളെ പറഞ്ഞു, എന്തെല്ലാം പറഞ്ഞു. ഇനി പറയാൻ ബാക്കി എന്തെങ്കിലും ഉണ്ടോ? അവസാനം പേരുടുസ്താ വിളിച്ചുകാണ്ട് പറഞ്ഞു, നൗഷാദേ തങ്ങന്മാരാണ് പറയേണ്ട, മുണ്ടണ്ട, ഒരു പരിധി മതി. അപ്പോൾ ഓൻ ചീർക്ക ചെയ്ത് അവിടെ. അപ്പോൾ ഓൻ പേരുടുസ്ഥാനോട് ചീർക്ക ചെയ്ത് പറയാക്കാൻ പറ്റൂല, പറയാതെക്കാൻ പറ്റൂല. മൂപ്പരവിടെ വഹാബിക്ക് നിസ്കരിച്ചാൻ പോയിക്കണു. വഹാബി മരിച്ചത് വലിയ ഖേദമായി എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ ഓരോ സ്റ്റേജിൽ ഉദ്ഘാടനത്തിന് വയ്ക്കണം മുനവറിൽ തങ്ങൾ. ഇങ്ങനെ പല പരിപാടിക്കും പോയിട്ടുണ്ട്. അപ്പോൾ ആയതുകൊണ്ട് പറയാതിരിക്കാൻ പറ്റൂല എന്ന് പറഞ്ഞ് ഏറ്റവും കൂടുതൽ പാണക്കാട്ടെ തങ്ങന്മാരെ പറഞ്ഞത് നൗഷാദാണ്. ഏറ്റവും കൂടുതൽ പറഞ്ഞിട്ടുള്ളത്. ഒരു രാഷ്ട്രീയക്കാർ പോലും പറയാത്ത ശൈലിയിൽ അവൻ സംസാരിക്കൽ തുടങ്ങിയപ്പോഴാണ് എന്ത് ചെയ്തത്? നിർത്തിക്കള എന്ന് അവനോട് പറഞ്ഞത്. അപ്പോൾ അവൻ അതിൽ എന്ത് ചെയ്തു? അസൂയ പൂണ്ടു. അതാണ്ടായത്. ബാക്കി പറയട്ടെ, ശൈഖ് പറയട്ടെ. നിന്റെ നാവിൽ നിന്ന് നീ ഉദ്ദേശിക്കാത്തത് തന്നെ പഴച്ചു വന്നു പോകും. കളി അല്ലാഹുവിന്റെ റസൂലിന്റെ മക്കളോട് വേണ്ട. പറഞ്ഞു കൊടുക്കുക നൗഷാദിന് നല്ലോണം പറഞ്ഞു കൊടുക്കുക. അള്ളാഹിൻ്റെ റസൂലിൻ്റെ മക്കളോട് കളി വേണ്ട. പക്ഷേ ഇപ്പോൾ വേറൊരു പ്രശ്നം ഉണ്ടോ? ഇപ്പോൾ ഇവൻ പ്രസംഗിക്കണതൊക്കെ എൻ്റെ നിർദ്ദേശപ്രകാരമാണ് എന്നാണ് ഇപ്പം പറയണത്. നൗഷാദ് പറയുന്നത് ഇപ്പോൾ അതാണ്. ഏത് സ്റ്റേജിൽ ചെന്നാലും ഞങ്ങളൊക്കെ മൈക്കുകളാണ്,
ഞങ്ങൾ വെറും മൈക്കകളാണ് പ്രസംഗിക്കുന്നത്, പിന്നെ ഞങ്ങൾ വെറും മൈക്കകളാണ്, ഞങ്ങളുടെ ക്കുള്ള ഉപദേശ നിർദ്ദേശങ്ങൾ തരുന്നത് അവിടുന്നാണ്, അതിനനുസരിച്ചാണ് ഞങ്ങൾ പറയുന്നത് എന്നാണ് പറഞ്ഞത്. അപ്പോൾ അത് പറഞ്ഞു കൊടുക്കുന്നതായിരിക്കും ഇപ്പം പറയാനില്ലേ. ഖലീൽ ബുഖാരി തങ്ങളൊക്കെ ഇപ്പോൾ പറഞ്ഞതിനെ കേട്ടീനതോ എന്തൊക്കെയായിരുന്നു ഈ നൗഷാദ് പറഞ്ഞിരുന്നറിയോ? ഏതൊക്കെ നിലക്ക് മുട്ടിത്തങ്ങൾ എന്തൊക്കെയാണ് പറഞ്ഞിരുന്നറിയോ? ആരെ അറിയോ? ഖലീൽ ബുഖാരി തങ്ങൾ വെറും ഒരു തങ്ങളല്ല, ആലിമും കൂടെയാണ്, ഒരു പണ്ഡിതനും കൂടെയാണ്. അപ്പോൾ ഒന്നും കൂടി പദവി കൂടൂലേ? അതോ ഒന്നും കൂടി പദവി കൂടൂലേ? അപ്പോൾ ആലിമും കൂടെയാണ്, മൗലിയരും കൂടെയാണ്, പഠിച്ച ഒരാളും കൂടെയാണ്. സയ്യിദ് മാത്രമല്ല, പഠിച്ച ഒരാളും കൂടെയാണ്. പഠിച്ച ആൾ മാത്രമല്ല, അദ്ദേഹം ഒരുപാട് പാവപ്പെട്ട ആളുകളെ വാർത്തെടുക്കുന്ന വലിയ ഒരു പണ്ഡിതനും കൂടെയാണ്. യതീമീങ്ങളെ, സംസാരിക്കാൻ കഴിയാത്ത ആളുകളെ കൊടുന്ന് നോക്കുക, ഇങ്ങനെ പല കാര്യങ്ങളും ചെയ്യുന്ന വലിയ ഒരു പണ്ഡിതനും സയ്യിദും കൂടെയാണ് ആര്? ഖലീൽ ബുഖാരി തങ്ങൾ. ആ ഖലീൽ ബുഖാരി തങ്ങളെ ഏതെല്ലാം നിലക്ക് വട്ടൂരികളോടൊപ്പം കൂടി ഈ നൗഷാദ് പരിഹസിച്ചു. അതുകൊണ്ട് തന്നെയാണ് ഇയാൾ പറഞ്ഞതുപോലെ തന്നെയാണ് നൗഷാദ് പറയുന്നത് മുഴുവൻ പേക്കാണ്. കുറേ ഇവിടെ എന്തെങ്കിലും പറയും, ഇവിടെ പറഞ്ഞതല്ല പിന്നെ അവിടെ പോയി പറയാം, അവിടെ പറഞ്ഞതല്ല ഇവിടെ പോയി പറയാം. ഇപ്പോൾ പ്രസംഗിക്കണതൊക്കെ എന്തിനു വേണ്ടിയിട്ടാണ്? വല്ല വാട്സപ്പിലൂടെയും ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ നമ്മളെ പോലത്തെ കുട്ടികൾ എന്തെങ്കിലുമൊക്കെ പറഞ്ഞതിനാണ് മറുപടി. യൂട്യൂബിൽ നമ്മളെ പോലത്തെ കുട്ടികൾ എന്തെങ്കിലും പറഞ്ഞതിനാണ് ഇപ്പോൾ മറുപടി. അല്ലാതെ ആരാ ഓൻ പ്രസംഗിക്കണം എടുത്തിട്ട് കൊണ്ട് നടക്കണം? ആർക്കതിന് നേരം? നമ്മളിതൊക്കെ പാടെ കേൾക്കുമ്പോൾ നമ്മളെ നേതാക്കന്മാരെന്ത് ചെയ്യും? എവിടെയെങ്കിലും ഒരു പ്രസംഗം നടത്തും. ഇവൻ്റെ ഈ കാട്ടുകള്ളന്മാരുടെ വിഷയം അത് പറഞ്ഞാൽ ഞങ്ങൾക്ക് വിശ്വാസമായി. ഞങ്ങളെ നേതാക്കന്മാർ ഒറ്റ പറഞ്ഞാൽ മതി. ആ പറഞ്ഞാൽ ഞങ്ങൾക്കത് വിശ്വാസമായി. അതല്ലാതെ ഇവിടെ പറഞ്ഞത് പിന്നെ അവിടെ പോയിട്ട് പേരോടിന് മറുപടി, മറ്റേ ആർക്കാപ്പത് നടക്കുന്നത്? വലിയ വലിയ ആലിമീങ്ങളായിട്ടപ്പം മറുപടി ആയിട്ട് നടക്കണത്. എന്താ പോലെ മറുപടി അറിയോ? വെറും ഒച്ചട്ട് ചാകുക മൈക്കൻ്റെ മുന്നിൽ കിടന്നുങ്ങാണ്ട്. അതിനൊന്നും അപ്പോൾ ഇതൊക്കെ നേർക്ക് നേരെ എടുക്കാൻ പറ്റിക്കണറിയോ? നിങ്ങൾക്ക് തന്നെയാണ്, നൗഷാദിന് തന്നെയാണ് ഇതിൻ്റെ ശാപം സംഭവിച്ചിട്ടുള്ളത്. പാണക്കാട്ടെ തങ്ങന്മാരെ ശാപം തട്ടിയിട്ടുണ്ട്. അതിൽ നിന്ന് അത് കാന്തപുരം വിഭാഗത്തിൽ നിന്നപ്പോഴാണ് അങ്ങനെയൊക്കെ പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ പറയാൻ പാടില്ല എന്ന് കാന്തപുരം വിഭാഗത്തിൻ്റെ നേതാവ് SYSൻ്റെ ജനറൽ സെക്രട്ടറിയായ പേരോട് ഉസ്താദ് അന്ന് പറഞ്ഞു കൊടുത്തത് കൊണ്ടാണ് അവൻ തെറ്റിപ്പോയത്. അതുമാത്രമല്ല, അതുപോലത്തെ പല കാര്യങ്ങളും. എന്നിട്ടിപ്പോൾ ഇന്ന് ഇതിൽ നിന്നാണ് പോയപ്പോൾ അവിടെ ചെന്നിട്ട് ഖലീൽ ബുഖാരി തങ്ങളെ മുട്ടിത്തങ്ങൾ, കോണോമ്പാറ തങ്ങളും എന്താണ് വേറെന്തൊക്കെയോ പറഞ്ഞിരുന്നു. കസാലിയിൽ ഇരുന്നതിനെ കളിയാക്കി, അതുപോലെ തന്നെ ദുആ ചെയ്തപ്പോൾ അതിനെ കളിയാക്കി, കരഞ്ഞ് ദുആ ചെയ്തപ്പോൾ അതിനെ കളിയാക്കി പരിഹസിച്ചു. ബദിരീങ്ങളെ വിളിച്ചു കണ്ട് ദുആ ചെയ്യുമ്പോൾ അതിനെ പരിഹസിച്ചു. ഏതെല്ലാം നിലക്ക് പരിഹസിച്ചു. ഈ നൗഷാദല്ലാതെ ലോകത്തിൽ വഹാബി പോലും ചെയ്തിട്ടില്ല പണി. ഒരു മുജാഹിദുകാരൻ പോലും ചെയ്തിട്ടില്ല. അവർക്കും ചെറിയൊരു ഭയത്തോടു കൂടെ ഉണ്ട്. പക്ഷെ ഇവനതൊന്നുമില്ല. ഇവൻ എന്തൊക്കെയോ വിളിച്ചു പറയാം. ഇത്രയും വൃത്തികെട്ട നശിച്ചൊരു വർഗം അത് ഇന്ന് ഉലകത്തിലുണ്ടെങ്കിൽ അത് വട്ടൂരികൾ തന്നെ, കുരുവട്ടൂരികൾ തന്നെ. കാഴ്ചയിൽ വലിയ ഷെയ്ഖ, അരാക്കിൻ്റെ കുപ്പായുണ്ട്, താടിണ്ട്, അത്യാവശ്യം തിരക്കടില്ലാത്ത വലിയ തലയിൽ കെട്ടുണ്ട്, തലിനേക്കാൾ വലിയ കെട്ടുണ്ട്, എല്ലാ കാര്യങ്ങളുണ്ട്, എല്ലാതും ഉണ്ട്. വാലുണ്ട്, തലയിൽ കെട്ടിന് പോരാത്തത് കെട്ട് മാത്രമല്ല വാലുണ്ട്, ജല്ലുണ്ട്. പക്ഷെ എന്താ ചെയ്യാ? ഇബിലീസിൻ്റെ ഇൽമല്ലേ, അദബില്ലാത്ത ഇൽമല്ലേ. ഒന്നാം സ്ഥാനം ഇൽമിനല്ല അദബിനാണ്. അദബിന് കൊടുക്കണം ഒന്നാം സ്ഥാനം. എന്നിട്ടാ ഇൽമൊക്കെ പോരണ്ടേ? അദബ് വേണം, അച്ചടക്കം വേണം. അതെനിക്ക് ഇല്ല, എവിടെയില്ല. അവിടെ ആയപ്പോഴും ഇല്ല, ഇവിടെ ആയപ്പോഴും ഇല്ല. ഇവിടെ നോക്കും, ഇവിടെ അതിലേക്ക് കയറാൻ വേണ്ടി ചെന്നു. ഈ പാണക്കാട്ടെ തങ്ങന്മാരെന്ന് പറഞ്ഞാൽ ഇപ്പം എങ്ങനെ അറിയോ? അവിടെ ഇപ്പോൾ ഒരു പെൺകുട്ടി പള്ളിക്ക് പോകാൻ വേണ്ടി കണ്ട് ധൃതിപ്പെട്ടുകൊണ്ടിരിക്കുക. മുനവറിൽ തങ്ങളെ മകള് എല്ലാവരും പള്ളിയെ കൊണ്ടുപോകണം, കാരണം പള്ളിയിൽ പോയി കഴിഞ്ഞാൽ വല്ലാത്ത ബുദ്ധിമുട്ടുണ്ട്.
അത് ഇപ്പോഴത്തെ കുറച്ച് ആൾക്കാരുണ്ടാക്കിയതാണ്. പള്ളിക്ക് പോകാനുള്ളൊരു സൗകര്യം വരും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് എന്നൊക്കെ ഒരു അഭിമുഖം ചാനലിൽ വന്നുകൊണ്ട് പാണക്കാട്ടുന്നാണ് വരുന്നത്. അത് നമുക്ക് പറയാതിരിക്കാൻ പറ്റുമോ? അത് നമ്മൾ പറയേണ്ടതല്ലേ ജനങ്ങളോട്? തെറ്റായ ആശയം അവർ പറഞ്ഞാൽ അത് മൂല്യരല്ല, തങ്ങളല്ല, ആര് പറഞ്ഞാലും എന്ത് ചെയ്യണം? തെറ്റായ ആശയം പറഞ്ഞാൽ നമ്മളത് പറഞ്ഞു കൊടുക്കണം. അതെന്ത് ചെയ്തു? പാണക്കാട്ടെ കുട്ടി പേരക്കുട്ടി പറഞ്ഞു. ഇപ്പോൾ ഈ പറയപ്പെട്ട പാണക്കാട്ടത്തെ പേരക്കുട്ടി പറഞ്ഞപ്പോൾ അതെല്ലാവരും പറഞ്ഞു. കേട്ടോല് മുഴുവൻ പറഞ്ഞു തെറ്റാണ് ആ വിഷയം, ശരിയല്ല പറഞ്ഞത്. വഹാബികളുടെ ഒരു ചെറിയ ചായ്വ് സാദാത്ത് കുടുംബത്തിൽപ്പെട്ട ഒരു ബീവിക്ക് വന്നപ്പോൾ അത് നമുക്ക് പറയാതിരിക്കാൻ പറ്റുമോ? അത് പാണക്കാട്ടെ കുടുംബത്തിൽ നിന്നല്ലേ വന്നത്. അത് നമ്മൾ പറയാതിരിക്കാൻ പറ്റൂല. അത് പറഞ്ഞതിൻ്റെ പേരിൽ പടച്ചോനെ ഇന്ന് എത്ര കോള, ഞാൻ ഇപ്പം ഇന്നലെ വീഡിയോ വിട്ടു, അത് വിട്ടതിൻ്റെ പേരിൽ ഇന്നിപ്പോൾ എത്ര കോളാ വന്നത് വരെ. വെറും പൂ വെച്ചുകാണ്ടുള്ള പേരും പിന്നെ പാ വെച്ചുകാണ്ടുള്ള പേരും മാ വെച്ചുകാണ്ടുള്ള പേരൊക്കെ വിളിച്ചിട്ട് ഇങ്ങനെ ഇംഗ്ലീഷ് എന്ന് പറഞ്ഞാൽ തൊള്ളി തോന്നിയതാണ് വിളിച്ചുകൊണ്ട് പറയണ ഓരോരുത്തർ. നമുക്കിപ്പോൾ എന്താ നിങ്ങൾ തൊള്ളി തോന്നിയത് എത്ര വട്ടം വിളിച്ചാലും ഞങ്ങളൊരൊറ്റ വട്ടം വിളിച്ചില്ല. ഇനി നമുക്ക്